നമസ്കാരം. ഇന്നൊരു ഓംലെറ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ഓംലെറ്റ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെക്കണം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കൻ പീസ് മിൻസ് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ. ഇനി കുറച്ച് കുരുമുളകും കൂടി ഇടാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം ഫ്രൈ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമ്മുടെ പൊട്ടറ്റോയിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓംലെറ്റിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ തുറന്നു വെച്ചായാലും കുഴപ്പമില്ല. അങ്ങനെ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം. 3 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടുമൊക്കെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്